നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാജേട്ടന്ന് മുപ്പിലേത്ത് പണിക്കാരുണ്ട്. നമ്മുടെ മഴയൊക്കെ ഗംഭീര മഴ ഉണ്ടായല്ലോ കഴിഞ്ഞ ദിവസം. മഴ പെയ്തപ്പോൾ ഭൂമിയൊക്കെ ഇങ്ങോട്ട് നനഞ്ഞ് കുത്തിർത്തപ്പോൾ നമ്മുടെ വാഴ കുറേ വീട് പോയിട്ടോ. വാഴ എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് അടക്കാമരത്തിൻ്റെ ഇടയിൽ അടക്കാമരം വലുതാവാൻ വേണ്ടിയിട്ട് വെച്ച വാഴയാണ്. അടക്കാമരത്തിലുള്ളൊരു സഹായമായിട്ടാണ് വാഴ വെച്ചിരുന്നത്. എന്തായാലും ആ വീണ വാഴയ്ക്ക് വെട്ടിക്കളയാനും വീഴാത്ത വാഴയ്ക്ക് ചുറ്റും കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും പിന്നെ കുരുമുളകിന് കുറച്ച് വള്ളികൾ വരുന്നതൊക്കെ കെട്ടാനൊക്കെ ആയിട്ട് പണിക്കാരെ കൊണ്ട് മുപ്പിലേത്തേക്ക് പോയിക്കത് രാജേട്ടൻ. ഇവിടുത്തെ പണി ഇന്നലെ കഴിഞ്ഞു. കോവയ്ക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ട് രാജേട്ടന് കഞ്ഞി കൊടുത്ത് പറഞ്ഞയച്ചു. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നെങ്കിൽ കോവയ്ക്ക ഉപ്പേരി അല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ വേറെ ഒരു സാധനമാണ് ഇടുന്നത് കഞ്ഞിക്ക് ഉണ്ടാക്കുന്നത്. ഞാൻ റാഗി ദോശയുടെ മാവിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കാൻ പോണത് ഇന്ന് ഓട്സ് കഞ്ഞിയും പിന്നെ അതിനുള്ള ഒരു കറിയാണ് കേട്ടോ. നല്ല സ്വാദായിട്ട് രുചിയായിട്ട് കഴിക്കാനും പറ്റുന്ന നല്ല സാധനമാണ്. നല്ല സൗന്ദര്യ സംവർദ്ധക എന്ന് പറയാം. അതുപോലെ തന്നെ വയറിന് നല്ലതാണ് ഈ കറി ഉണ്ടാക്കുന്നത്. തക്കാളി കൊണ്ടാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി വേണം, പച്ചമുളക് വേണം, അതുപോലെ തന്നെ ഒരു ചെറിയ സവാള. നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഉള്ളി കഴിക്കുന്നത് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഉള്ളി സവാള ഒക്കെ നല്ല സാധനമാണ്. അമൃത് നിന്നുണ്ടായതാന്ന് നോക്കിയാൽ ഉള്ളീനെ കഥ കണ്ടിട്ടില്ലേ? അമൃത് ഭക്ഷിച്ചപ്പോൾ അമൃത് പുറത്തേക്ക് പോയപ്പോൾ ഉണ്ടായതാണ് ഉള്ളി സവാളയൊക്കെയാണ് പറയണത്. എന്തായാലും ഉള്ളി കഴിക്കണം നല്ലതാണ്. സവാള ഇത് നല്ലത് തന്നെയാണ്, വയറിന് നല്ല സാധനമാണ്. പച്ചമുളകും അതുപോലെ തന്നെ നമുക്ക് കീറിയിടാം കേട്ടോ. കീറിയിട്ടിങ്ങനെ നുറുക്കിയിടാം. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കണ കറിയാണ് കേട്ടോ ഇത്. തക്കാളിയുടെ ഞെട്ടി ഭാഗം ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് അതും ഇതുപോലെ തന്നെ നുറുക്കിയിടാം. അപ്പം നമ്മളിതുപോലത്തെ ഒരു കറി ഉണ്ടാക്കി നോക്കും, നല്ലതാണ്. നന്നായിട്ടൊന്ന് ഞെരടി കൊടുത്താൽ ചോറിന് മാത്രമല്ല ചപ്പാത്തി കഴിക്കാനും നല്ലതാണ്, ദോശ കഴിക്കാനും നല്ലതാണ്. ഇങ്ങനത്തെ കറി ഉണ്ടാക്കിയാൽ കേട്ടോ. ഇത്രയും സാധനങ്ങൾ മാത്രമല്ല ഞാൻ ചേർക്കുള്ളൂ. ഇത്ര ഉള്ളൂ കേട്ടോ സാധനങ്ങൾ. ഒരു കറിവേപ്പിലയും കൂടി നമുക്ക് ഊരിയിട്ട് നിങ്ങൾ ചെറുതാക്കിയിട്ട് ഇടാം. എന്നിട്ട് അതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പിടാം. ഉപ്പ് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇത് മറ്റുള്ളവർക്കൊക്കെ കൊടുക്കണതാണെങ്കിൽ ഇതിപ്പോൾ എനിക്ക് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ കൈകൊണ്ട് ഉണ്ടാക്കുക. പക്ഷെ നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും മക്കൾക്കൊന്നും കുഴപ്പമുണ്ടാവില്ല കേട്ടോ. കാരണം നമ്മുടെ മക്കൾക്ക് കൈ കൊണ്ട് കൊടുത്തിട്ടല്ലേ അവരെ വലുതാക്കണത്. എങ്കിലും ഒരു വലുതാകുമ്പോൾ ഒരു പറയും, ഓ അമ്മ അങ്ങനെ എന്നൊക്കെ പറയും ചിലപ്പോഴും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാനാണെങ്കിൽ നമ്മൾ സ്പൂണോട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഒന്ന് വേണമെങ്കിൽ ഇങ്ങനെ ഉടക്കുക. കൈ കൊണ്ടാണെങ്കിൽ ഇങ്ങനെ ഞെരടിയാൽ അത്ര നല്ലതാട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ഇപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കാട്ടോ. നമുക്ക് ഈ തക്കാളിയും ഈ സവാളയും ഈ പച്ചമുളകും ഈ കറിവേപ്പിലയും ഒക്കെ കൂടി ചേർത്തിട്ട് ഒന്നിങ്ങനെ എടുത്തിട്ട് ലേശം എടുത്തിട്ട് അതിനകത്തൊന്ന് ടേസ്റ്റ് ചെയ്യാം. നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സാലഡ് കഴിക്കില്ലേ നമ്മൾ, നേരത്തെ സാലഡ്, ക്യാരറ്റ് അതുപോലെ കുക്കുംബറൊക്കെ ഇട്ടിട്ട് സാലഡ് ഇതിങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ലതാണ്. ഒന്നും ഇടണ്ട, ഓൺലി ഒരു ചെറിയ പച്ചമുളക് ഇടുക. പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് അധികം ഇടണ്ട. കഞ്ഞിക്കും ചോറിനൊക്കെ ആണെങ്കിൽ പച്ചമുളക് വേണ്ടി വരും. അങ്ങനെ തന്നെ നല്ല പച്ചമുളക് 2 ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ വെറുതെ കഴിക്കാനാണെങ്കിൽ ഇതാ ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഇങ്ങനെ കഴിക്കാം. അടിപൊളിയാണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയല്ല ഇഷ്ടമെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൽ ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ. ഇവിടെ അമ്മയൊക്കെ ചെയ്യാറുണ്ട്. ഇതിനുള്ളിൽ ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ കഴിച്ചു നോക്കൂ, അത് രസം തന്നെയാണ്. ഇനി മൂന്നാമത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഇത്തിരി തൈര് ഒഴിക്കുക. കട്ട തൈര് ഇവിടെ ഉണ്ട്. പക്ഷെ ഞാൻ
എനിക്കിഷ്ടം ഒന്നുമില്ലാത്തതാട്ടോ, അതുകൊണ്ട് ഞാൻ എനിക്കായിട്ട് ചെയ്യുന്നില്ല. ഇനി ആർക്കെങ്കിലും തൈര് ഒഴിച്ചിട്ടാണ് കഴിക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇതാ അങ്ങനെ ഇട്ടിട്ട് കട്ട തൈര് തന്നെയാണ് കേട്ടോ. റെഡിയായി. തൈര് ഒഴിക്കുകയാണെങ്കിൽ ഒത്തിരി പുളി ഇടണം കേട്ടോ. എന്താ വെച്ചാൽ തൈരിന് ചിലപ്പോൾ പുളി ഉണ്ടാവില്ല, അപ്പം ഈ പുളി ഒന്ന് കുറച്ച് ഒത്തിരി ഉപ്പ്. ഇതും ഒരു സാലഡ് ഊണ് കഴിക്കാൻ നല്ലതാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ലതാണ്. വെളിച്ചെണ്ണ വെച്ചിട്ട് കഴിച്ച് നോക്കണോ? നോക്കാം നമുക്ക് അല്ലേ. കുറച്ചെടുത്തു ഉണ്ടാക്കി തരാമല്ലോ. ഞാൻ വെളിച്ചെണ്ണ വലിയ പാത്രത്തിലേക്ക് വെച്ചെന്നറിയൂ. ഇത് ചുക്ക് കാപ്പിയുടെ ചെപ്പാണ് കേട്ടോ. കുറേ ചെപ്പുണ്ട്. അപ്പം അതിനാക്കിയത് കുപ്പിയിലാക്കിയപ്പോൾ കുപ്പി വേണ്ടാന്ന് വെച്ച് ഇങ്ങനെ ആക്കിയതാണ് ഞാൻ. കുറച്ച് വെച്ചാൽ മതി കേട്ടോ. നമ്മുടെ വീട്ടിൽ ആട്ടുന്ന വെളിച്ചെണ്ണയാണുണ്ട്. പിന്നെ ഈ വെളിച്ചെണ്ണ കഴിയാറായി. പുതിയത് അവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. അത് വേർത്തിടണം, വേര് വരുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നോക്കൂ, വ്യത്യസ്ത രുചികളാണ്. ഒരേ സാധനം തന്നെ പലതും ചേർക്കുമ്പോൾ വ്യത്യാസം വരും. നോക്കൂ, അപ്പോൾ ഇതിൽ ഏതാ നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അതുപോലെ ഉണ്ടാക്കി നോക്കൂട്ടോ. ഇന്ന് വെറുതെ ഉണ്ടാക്കി നോക്കുക. ഉപ്പ് മാത്രം ഇട്ടിട്ട്, ഉപ്പും മുളകും മാത്രം ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വേറെ ദിവസം ഉണ്ടാക്കി നോക്കൂ. തൈരൊഴിച്ച് വീണ്ടും ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അത് സ്വീകരിക്കാം. ഓക്കെ. ഓട്സ് കഞ്ഞി റെഡിയാക്കിയിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഞാൻ ഓട്സ് കഞ്ഞി കഴിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ട് കേട്ടോ. അത് ഇടയ്ക്ക് ഒരു കഞ്ഞി കുടിക്കുക ഒരു രസമാണ്. ചിലപ്പോൾ ചാമ കഞ്ഞി കുടിക്കും, ചിലപ്പോൾ ഓട്സ് കഞ്ഞി കുടിക്കും, ചിലപ്പോൾ പൊടിയരി കഞ്ഞി കഴിക്കും. ഓട്സ് കഞ്ഞിയാണ്. ഓട്സ് കഞ്ഞി എനിക്കിഷ്ടം ഇങ്ങനെയാണ്. കുറുക്കൊന്നും വേണ്ട, ചൂടുള്ള തിളപ്പിച്ച വെള്ളം 2 കയ്യിൽ ഓട്സ് ഇട്ടിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഒഴിക്കുക. 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ വെന്തുണ്ടായിരിക്കും. ചില ആൾക്കാർക്ക് ഇത് അടുപ്പത്ത് വെച്ചതുകൊണ്ട് കുറുക്കണതായിരിക്കും ഇഷ്ടം, പക്ഷേ എനിക്ക് ഇങ്ങനെ ഇഷ്ടം കേട്ടോ. അതുപോലെ രാജേട്ടൻ കഴിക്കുമ്പോൾ ഉപ്പിടാണ്ട് കഴിക്കുക, ഞാൻ കഴിക്കുമ്പോൾ ഉപ്പിട്ടിട്ട് കഴിക്കുക. പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ കറിയാണിത്. അത് നിങ്ങൾക്ക് ഇഷ്ടം ഇതാണെങ്കിൽ ഇതെടുക്കാം കേട്ടോ, അല്ല ഇതാണെങ്കിൽ ഇതെടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. പിന്നെ നമുക്ക് അച്ചാർ വേണമെങ്കിൽ നമ്മൾ അന്നുണ്ടാക്കിയ മാങ്ങ ഇഞ്ചി അച്ചാറാണ് ഉണ്ടോ. മാങ്ങ ഇഞ്ചി അച്ചാർ എല്ലാവർക്കും ഇഷ്ടമായി. ഇത് കണ്ട ആൾക്കാരും പറഞ്ഞു ഇത് സൂപ്പറാണെന്ന്, ഇത് കഴിച്ച ആൾക്കാരും പറഞ്ഞു സൂപ്പറാണെന്ന്. അപ്പോൾ ഇനി മാങ്ങ ഇഞ്ചി പറക്കുമ്പോൾ നമുക്ക് വീണ്ടും ഉണ്ടാക്കാം കേട്ടോ ഇങ്ങനത്തെ. അപ്പം അത് കുറച്ച് കഴിക്കാം. സൂപ്പറാണ് ഇത് മാങ്ങ ഇഞ്ചി അച്ചാറും ഇതും. കഴിക്കാമല്ലേ കഞ്ഞി? ഞാനിങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിക്കാറുണ്ട് സാധാരണ കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ പിടിക്കും. ഞാൻ ദേശം കൂടി അനുരാധേട്ടൊക്കെ കഴിക്കുമ്പോൾ വീഡിയോ പിടിക്കാറുണ്ടല്ലോ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇതിനെ ഉണ്ടാക്കി വിളമ്പി കഴിഞ്ഞിട്ട് ആ വീഡിയോ അവിടെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തു, ടീച്ചറെ ഉണ്ടാക്കിയപ്പോൾ ഒരാൾ കഴിക്കണം കൂടി കാണിക്കണമെന്ന്. അപ്പോൾ എനിക്കിത് അപ്പോൾ ഞാൻ വെച്ചോ എന്നാൽ അങ്ങനെ ആവാം എന്ന് വെച്ചു. കഴിക്കുന്ന ആർക്കും അത്ര ഇഷ്ടമൊന്നും ഉണ്ടാവില്ല അല്ലേ. പക്ഷേ ഉണ്ടല്ലോ അങ്ങനെ പറയും, നമ്മൾ ഭക്ഷണം കഴിക്കണത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നണം അത്ര. അങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അത്രയും ഭംഗിയിലാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് പറയുക. വലിച്ചു വാരി തിന്നണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. വളരെ അടുക്കും ചിട്ടോടും കൂടി സന്തോഷമായിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെയൊക്കെ രുചി അറിഞ്ഞ് കഴിക്കണം നമ്മൾ. അപ്പോൾ നമ്മളിത് വയറിട്ടു. ഞാൻ കഴിച്ചത് മാങ്ങഞ്ചിയാണ്. നല്ല രസം കേട്ടോ. മാങ്ങ ഉണ്ടാക്കിയപ്പോൾ അതിൽ കുറച്ച് മറ്റേ ഇഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ അത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ രുചി അറിയാം. വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, അതിനറിയാം രുചി. അപ്പം നമ്മൾ എന്താണോ കഴിക്കുന്നത് അതറിഞ്ഞ് വേണം നമ്മൾ കഴിക്കണമെങ്കിൽ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഏത് ജോലി ചെയ്യുമ്പോഴും ഞാൻ പറയാറില്ലേ, ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങുക, ചിരിക്കുകയാണെങ്കിൽ ചിരിക്കുക. പിന്നെ പറയില്ലേ ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുക. ആ നേരത്ത് ഒരു മൊബൈലിന് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കും. അപ്പം ഞാൻ ചെയ്ത് തെറ്റാണ്. ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടി മാത്രം നോക്കണതാണ് കേട്ടോ. എനിക്കിഷ്ടമല്ല. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഈ സാധനം കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണം ഇറങ്ങുള്ളൂ. അങ്ങനെയുണ്ട് സൂക്കേട് കേട്ടോ. അതൊരിക്കലും പാടില്ല. അപ്പം നമ്മൾ എന്താണ് കഴിച്ചത്
നമ്മൾ എന്താ കഴിച്ചത്? നമ്മൾ കഴിച്ചത് ചോറാണോ, ചപ്പാത്തിയാണോ, അല്ലെങ്കിൽ ചോറിന് കഴിച്ചത് സാമ്പാറാണോ, അവിയലാണോ, തോരനാണോ, എന്താണ് നമുക്കറിയില്ല. അതങ്ങനെ യാന്ത്രികമായിട്ട് ഇറങ്ങിപ്പോവുക. സ്വാദ് കൊണ്ട് ഇറങ്ങണതല്ല, ഇതിൻ്റെ രസം കൊണ്ട് ഇറങ്ങണതാട്ടോ. ഏതിൻ്റെ നമ്മൾ കാണുന്ന കാഴ്ചയുടെ ഒരിക്കലും ആരും അതിന് സപ്പോർട്ട് ചെയ്യരുത്. നമുക്ക് നമ്മൾ തന്നെ വരുത്തുന്ന ഒരു വലിയ വിനയാണത്. അതില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വരും. അതുകൊണ്ട് എന്തെങ്കിലും കുറച്ച് നേരമൊക്കെ കാണാം, കുറച്ച് നേരം കാണും. നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ കുറച്ച് കാണാം. പക്ഷേ അത് അഡിക്റ്റായി പോയാൽ നമ്മുടെ ജീവിതം പാഴായി പോകും കേട്ടോ, ഉറപ്പാണ്. രാത്രി കിടക്കുമ്പോഴും കൂടിയും ഇത് കണ്ടിട്ടാണ് ആൾക്കാർ ഇങ്ങനെ കിടക്കുക. ചിലപ്പോൾ ഞാനങ്ങനെ ചിലപ്പോൾ ഇരിക്കാറ്, ഞാൻ കാണാൻ വേണ്ടിയിട്ടല്ല ഇരിക്കുക. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ നാമം ചൊല്ലിയിട്ടോ അല്ലെങ്കിൽ നാമങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കപ്പം ചീത്ത തരുന്ന രാജേട്ടൻ നിന്നിട്ട്, രാജേട്ടൻ കാണുന്നൊക്കെയുണ്ട്. പക്ഷേ ഉറങ്ങുകയാണെങ്കിൽ ആ സാധനമൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാം. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ സാധനം അവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക. അപ്പോൾ അങ്ങനെ കാര്യം. അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരം എന്താ, ഇത് കഴിക്കുമ്പോൾ നോക്കൂ, ഈ സാധനം തക്കാളി, സവാള ഇതൊക്കെ ആക്കിയത് ഇങ്ങനെ വായിലിടുമ്പോൾ നമ്മുടെ വായ്ക്ക് ചുറ്റുമുള്ള എല്ലാ ഉമിനീർ ഗ്രന്ഥികളും പ്രവർത്തിക്കുകയാണ് അവിടെ. കണ്ടോ, ശരിക്കുണ്ട്. വായ നിറച്ച് ഉമിനീര് വരും. എന്നിട്ട് അതോട് കൂടിയിട്ട് നമുക്ക് കടിച്ച് കേൾക്കണില്ലേ ശബ്ദം? സബോള കടിക്കുന്ന ശബ്ദമാണ്. അവൻ കടിച്ച് അവനെ ഇറക്കുക. എന്ത് രസമെന്നറിയോ? കഞ്ഞി കുടിക്കുക. എൻ്റെ അമ്മയെ, ഞങ്ങൾ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ പറയാറുണ്ട്, അന്നിങ്ങനെ മേശയിൽ നിന്നിരുന്നുള്ള ചോറുണ്ട് നിരത്തിരുന്നിട്ട് ഇലയിൽ വിളമ്പിയിട്ട് കഴിക്കുക എല്ലാവരും. അപ്പം നമ്മൾ കുട്ടികളല്ലേ, കളി അങ്ങനെ ഉണ്ടാവും, തോണ്ടൽ മാന്തൽ പിടിക്കുക ചെയ്യും. അപ്പം അമ്മ പറയും, എടീ നീ ഭക്ഷണം കഴിക്കുമ്പോൾ അച്ചടക്കത്തിൽ കഴിക്കണം. എങ്ങനെ കഴിക്കണം കണക്കൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം വലത് ഭാഗത്ത് കൈ കൊണ്ട് കഴിക്കുമ്പോൾ വലത് ഭാഗത്തുള്ള ചോറാണ് ഫസ്റ്റ് എടുക്കേണ്ടത്. ഈ സൈഡിൽ നിന്നും വരി എടുക്കാൻ പാടില്ല. ഇവിടുന്ന് കഴിച്ച് കറികൾ അങ്ങനെ തന്നെ വലത് ഭാഗത്ത് വിളങ്ങുമ്പോൾ കറിയാണ് നമ്മൾ ഫസ്റ്റ് കഴിക്കേണ്ടത്. വലത് ഭാഗത്താണ് കഴിക്കേണ്ടത്. ചോറ് പതുക്കെ നീക്കി വലത് ഭാഗത്ത് നിന്നാണ് ഉരുട്ടി കൊണ്ടേണ്ടതൊക്കെ അമ്മ പറയും. നമ്മൾ കഴിക്കണ കാണുമ്പോൾ മറ്റുള്ളവർക്ക് കഴിക്കാൻ തോന്നണം. എൻ്റെ അമ്മ പറയുന്ന ഒരു വാക്കാണ്. പാവം എൻ്റെ അമ്മ അല്ലേ. എൻ്റെ അമ്മയുണ്ടല്ലോ, എൻ്റെ അമ്മ 54 വയസ്സായപ്പോൾ മരിച്ചു പോയ ആളാണ് കേട്ടോ എൻ്റെ അമ്മ. എല്ലാവരുടെ ഉത്തരവാദിത്വം എനിക്ക് തന്നിട്ട് അപ്പം എൻ്റെ അമ്മ എനിക്ക് തന്ന നല്ല ഉപദേശങ്ങൾ കാര്യങ്ങൾ, അമ്മയേക്കാൾ ഒരുപാട് കാലം ഞാൻ കൂടുതൽ ജീവിച്ചു. ഞാൻ വിചാരിച്ചത് അമ്മയുടെ പ്രായമാകുമ്പോഴേക്ക് ഞാനും മരിക്കുന്ന പാരമ്പര്യം അനുസരിച്ച് മരിക്കണമെങ്കിൽ ഞാനൊക്കെ മരിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പം എൻ്റെ അമ്മയും അച്ഛനൊക്കെ ചെറുപ്പത്തിലേ മരിച്ചു പോയതുകൊണ്ട് ഞാനും മരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ മരിച്ചില്ല കേട്ടോ. പിന്നെയും കുറേ നാൾ ജീവിച്ചു. ഈ വാർദ്ധക്യം നമുക്ക് സമ്മാനിച്ചു, അത് നമുക്ക് കിട്ടി. അത് വളരെ ഗോൾഡൻ വാർദ്ധക്യം നമുക്ക് കിട്ടിയത് കേട്ടോ. അത് നമ്മൾ എൻജോയ് ചെയ്യാണ്. അപ്പം നിങ്ങളായിരിക്കും വെറുതെ ആയോ? ഒന്ന് വെറുതെ ആയിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യമൊക്കെ ആയിട്ടുണ്ട് വയസ്സൊക്കെ കേട്ടോ. നിങ്ങൾ കണക്ക് ഞാനൊന്നും പറയണില്ല, നിങ്ങൾക്കൊരു പക്ഷേ ഊഹിച്ചറിയാമായിരിക്കും. എങ്കിലും ചെറുപ്പക്കാരിയായിട്ടുള്ള അമ്മയുടെ ഉപദേശങ്ങൾ വളരെ വളരെ വിലപ്പെട്ടതാണ്. ഞാൻ അതെന്നും ശിരസ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കണം. എനിക്ക് ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഓർത്തില്ലേ, കഞ്ഞി കുടിച്ചപ്പോൾ ഭക്ഷണം കഴിച്ചപ്പോൾ അത് ഞാൻ ജീവിതത്തിൽ അനുവർത്തിച്ചു കൊണ്ടിരിക്കും. ഓക്കെ, നല്ലത് സ്വീകരിക്കുക. അതിന് വിവേകം എന്ന് പറയുന്നത്, വിവേകത്തിൻ്റെ അർത്ഥം വിവിച്ച ജ്ഞാനം ആണ് വിവേകം. വിവിച്ച എന്ന് വെച്ചാൽ വേർതിരിച്ച് എന്നർത്ഥം. വേർതിരിച്ചുള്ള ജ്ഞാനം, അതായത് നല്ലത് ഏത് ചീത്ത ഏത് എന്ന് തിരിച്ച് അറിഞ്ഞിട്ട് നല്ലത് സ്വീകരിക്കുകയും ചീത്തയെ തിരസ്കരിക്കുകയും ചെയ്യുക.
അതാണ് വിവേകം എന്ന് പറഞ്ഞത്. അപ്പോൾ വെറുതെ പറഞ്ഞതാണെങ്കിൽ നമുക്കത് കളയാം. ഇത് വളരെ എന്താ പറയുക, അർത്ഥവത്തായിട്ടുള്ള ഉപദേശമാണ്. ഞാനത് ശിരസ സ്വീകരിക്കുന്നു. ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നൊക്കെയുള്ള കുറേ നിയമങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഞാൻ പറയാം കേട്ടോ. എന്തായാലും ഇന്നത്തെ എൻ്റെ പ്രാതൽ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല എൻ്റെ ഈ ഉത്തമമായ ഓട്സും ഉത്തമമായ ഈ കറിയും. പിന്നെ ഇതിനുള്ളപ്പോൾ ഇത് ശരിക്കും വേണമെന്നില്ല, ഇതൊരു പൊടിക്കൈയാണ്. സൂപ്പറാണ് കേട്ടോ. അത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് കേട്ടോ. ഓക്കെ.